ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കോഡിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമെങ്കിലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ളതിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഒന്നാണ് നീറ്റ് എക്സാം. ഇതിൽ മെയിനായിട്ട് സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രസ് കോഡാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നീറ്റിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഇത് വിട്ടുപോകാറോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് മറന്നു പോകാറാണ് പതിവ്. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വേറെ ചെയ്യേണ്ട ഷർട്ടും ടീഷർട്ടും ഹാഫ് സ്ലീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ബൾക്കി ഫാഷനബിൾ അല്ലാത്ത ട്രൗസേഴ്സും പാൻസും ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഏകദേശം സിമിലർ തന്നെയാണ്. നിങ്ങൾക്ക് ലൈറ്റ് കളർ ആയിട്ടുള്ള ടീഷർട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് ഫാഷനബിൾ അല്ലാത്ത, ഒരുപാട് എംബ്രോയിഡറി വർക്കൊന്നും ഇല്ലാത്ത ഡെനിം പാൻസും ട്രൗസേഴ്സും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് വേറൊരു കാര്യം, ലെഗിൻസ്, കുർത്ത, ജീൻസ് ഇത്തരത്തിലുള്ള ഡ്രസ്സൊന്നും എക്സാം ഹാളിൽ അലൗഡ് അല്ല. ഇനി നിങ്ങൾ കൾച്ചറൽ കസ്റ്റമറി ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പർ ഫ്രിസ്കിങ്ങിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 1 hour മുമ്പെങ്കിലും നിങ്ങൾ എക്സാം സെന്ററിൽ എത്തേണ്ടതാണ്. ഇനി ഫുഡ് വെയർസിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ലോ ഹീൽഡ് ആയിട്ടുള്ള സ്ലിപ്പ്, സാൻഡിൽസ് ഒക്കെയാണ് ധരിക്കേണ്ടത്. അല്ലാണ്ട് ബൂട്ട്, ഷൂസ് അത്തരത്തിലുള്ള കവേർഡ് ആയിട്ടുള്ള ഫുഡ് വെയർസ് ഒന്നും അവിടെ അലൗഡ് അല്ല. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എക്സാം ഹാളിനകത്ത് ബ്രൂച്ച്, ഫ്ലവേഴ്സ്, ബാഡ്ജസ്, ഓർണമെന്റ്സ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇയറിംഗ്സ്, നോസ് പിൻസ്, പെൻഡൻസ് ഇതേപോലുള്ള ഓർണമെന്റ്സ് ഒന്നും അലൗഡ് അല്ല. ആൻഡ് ഫൈനലി നമ്മൾ കൈ കെട്ടുന്ന വാച്ച് പോലും നിങ്ങൾക്ക് അകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഇതൊക്കെയാണ് നീറ്റ് എക്സാമിന്റെ ബേസിക്സ് ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയായിരിക്കും. എന്നാലും പല സമയങ്ങളിലും ടെൻഷൻ കാരണമായിരിക്കും നമ്മളിതെല്ലാം വിട്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നീറ്റ് എക്സാം എഴുതാൻ പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം, ജസ്റ്റ് അവരൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കോഴ്സ് റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള ക്യാമ്പസ് സെർച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും